സ്പെയിനെ സംബന്ധിച്ചിടത്തോളം ഒരു വമ്പൻ ജയമാണ്, ഒരു തിരിച്ചുവരവാണ്. ജയിച്ചില്ല എന്നുള്ള പരാതി അങ്ങ് മാറ്റിക്കൊടുത്തു. പക്ഷെ അതിൽ എടുത്തു പറയേണ്ടത് ഇതേ ഈ കാണുന്ന ആളെയാണ്. ആദ്യ മത്സരത്തിൽ വളരെയധികം വിമർശനം നേരിടേണ്ടി വന്ന ഒരു താരമാണ്. ആദ്യത്തെ 30 മിനിറ്റിൽ അദ്ദേഹം ബോൾ പോലും ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ മത്സരത്തില് 24 മിനിറ്റിനുള്ളിൽ 2 ഗോളും ഒരു അസിസ്റ്റും കൊടുത്തു. ആ 2 കളികളുടെയും ക്ഷീണം അദ്ദേഹം അങ്ങ് ആദ്യത്തെ കളിയുടെ ക്ഷീണം അദ്ദേഹം അങ്ങ് ഗംഭീരമായിട്ട് മാറ്റി കൊടുത്തു കേട്ടോ. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. 24 മിനിറ്റിനുള്ളിൽ ലാമിൻ യമാലിന് നീട്ടി നൽകിയ പന്ത് മതി അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റി അറിയാൻ എന്നുള്ളതാണ്. അദ്ദേഹത്തോടൊപ്പം തന്നെ ഫിനിഷിംഗിൽ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന് സ്ട്രൈക്കർ പൊസിഷനിൽ കൃത്യമായി എത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇത്തവണ കൃത്യമായി അദ്ദേഹം പൊസിഷൻ എടുക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ അത്രയും നിരാശപ്പെടുത്തിയിട്ടും ലാഫോന്റെ അദ്ദേഹത്തെ ഈ മത്സരത്തിൽ ഇറക്കി. അപ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിന് എത്രത്തോളം വിശ്വാസം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഓയർസബാലിന്റെ ഒരു പെർഫോമൻസ് സ്പെയിനിന് വരുന്ന മത്സരങ്ങളിൽ വളരെയധികം നിർണായകമാവുന്നു. ഇന്നലെ തന്നെ അദ്ദേഹം മാത്രമല്ല ഓയർസബാൽ നമുക്ക് തരുന്ന പാഠം എന്താണെന്ന് അറിയാമോ? ഇപ്പോൾ ആദ്യ കളിയിൽ അദ്ദേഹത്തിന് ഈ ഹരി നേരത്തെ പറഞ്ഞതുപോലെ 10-30 മിനിറ്റ് പന്ത് കിട്ടാതെ, അതായത് ഒന്ന് കാലിൽ പന്ത് ടച്ച് ചെയ്യാതെ ആ മൈതാനം മുഴുവൻ ഓടി നടന്ന് 66 റെക്കോർഡാണ്, ഏറ്റവും മോശം റെക്കോർഡാണ് അദ്ദേഹത്തിന്റെ പേരിലേക്ക് എത്തിയത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു താരം തളർന്നു പോകാൻ അതൊക്കെ മതി. പക്ഷെ അതുകൊണ്ടൊന്നും ഞാൻ നിൽക്കില്ല, ഞാൻ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം ഉയർത്തെഴുന്നേറ്റ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം ഇങ്ങനെയൊരു മറുപടി നൽകി. രണ്ടാം പകുതിയിലൂടെ ഇറക്കിയാൽ ചിലപ്പോൾ ഹാട്രിക് കൂടെ അടിച്ചേനെ. അദ്ദേഹത്തെ നേരത്തെ പിൻവലിച്ചത് കൊണ്ടാണ്, ഇല്ലായിരുന്നെങ്കിൽ ഹാട്രിക് തന്നെ വന്നേനെ. അത്രയും മികച്ചൊരു പ്രകടനം. പിൻവലിച്ചത് ഒരു സൂചനയാണ്. അദ്ദേഹം അടുത്ത മത്സരങ്ങളിലും എത്രമാത്രം നിർണായകമാണ് പറ്റണ്ടെന്ന് വിചാരിച്ചിട്ടാണ് യമാലിനെ ഓയർസബാലിനെ വലിക്കുന്നത്. അതെ. അപ്പോൾ ഒരു സേഫ് സോണിൽ എത്തിയ ശേഷമാണ് കോച്ചിന്റെ അതൊരു തീരുമാനമുണ്ട്. ഏതായാലും ഓയർസബാൽ സഭാഷ് അല്ലെ, സഭാഷ് എന്ന് നമ്മളെ സഭാഷ് എന്നൊക്കെ നമ്മൾ രാവിലെ തന്നെ ഇദ്ദേഹത്തെ പറയണം. കാരണം ഇതൊരു പ്രതീകമാണ്. പരാജയപ്പെട്ടു പോയി എന്ന് തോന്നുന്നിടത്തുനിന്ന് നമുക്ക് തിരിച്ചു വരാനുള്ള ഒരു കെൽപ്പ് നൽകുന്ന ഒരു അദ്ദേഹത്തിന്റെ ആഘോഷിക്കുന്ന ചിത്രം കണ്ടോ, ഇതൊക്കെ ഞാൻ എത്ര കണ്ടതാ എന്നുള്ള മട്ടിലാണ്.